വേദാന്തത്തിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? അദ്വൈത വേദാന്തത്തിന്റെ അവസാനം നിങ്ങൾ ആനന്ദമായി ബ്രഹ്മമായി തീരുകയാണ്. ബ്രഹ്മമായി തീരുന്ന ഒരാൾക്ക് ആനന്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഉപ്പിന് എങ്ങനെയാണ് ഉപ്പുരസം അറിയാൻ കഴിയുന്നത്? ഈ പദം ശ്രദ്ധിച്ച് പഠിക്കണം. 2, ബ്രഹ്മം എന്നത് ഒരു സാധനമല്ല. ബ്രഹ്മം എന്നുള്ളത് എന്തോ ഒരു സാധനം തോന്നുന്നത് അത് പുസ്തകത്തിൽ വായിച്ചു പഠിക്കണോണ്ടാ. മറിച്ച് അടിസ്ഥാനപരമായ സത്തയ്ക്കാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഉൾമ, എക്സിസ്റ്റൻസ്, അബ്സല്യൂട്ട്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോരാ. എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ, നിലനിൽപ്പെന്ന് പറയുമ്പോൾ, അസ്തിത്വം എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വസ്തുജാലങ്ങളിലൂടെ പ്രകടമാകുന്ന അസ്തിത്വത്തെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയം വരും. അതിനെ നിരാകരിക്കുകയല്ല. ആ വസ്തുജാലങ്ങൾ എന്തിനാൽ ഉള്ളതായിരിക്കുന്നുവോ, ഏതൊരു സത്തയാലാണോ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകടമായി പ്രതിഭാസിക്കുന്നത്, ആ അടിസ്ഥാനമായ സത്യത്തിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു എന്നൊരു വാദം അല്ലേ? ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു. ഇവിടെ ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി ഭവിക്കുന്നു. അബ്രഹ്മം ബ്രഹ്മമായി ഭവിക്കുകയല്ല. അബ്രഹ്മമായിരുന്ന എന്തോ ഒരു സാധനം ബ്രഹ്മം എന്ന മറ്റെന്തോ ഒരു സാധനമായിട്ട് മാറുകയല്ല. ഈ വിഷയം ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ സ്പഷ്ടമായി പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ബ്രഹ്മമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, നിങ്ങൾ ബ്രഹ്മം സാക്ഷാത്കരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്ത് ചോദ്യതാണ്. ഒരു മനുഷ്യന് ജീവൻ ഒരു അർത്ഥമൊക്കെ ഉണ്ടല്ലോ. അർത്ഥം നമ്മൾ നിശ്ചയിക്കുന്നു, അതൊരു സാധ്യതയാണ്, അവസരമാണ്. നിങ്ങൾ ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു, പിന്നെ എന്ത്? ഇതെനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്നിട്ട് വേണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ. താങ്ക് യു. ഉള്ളതല്ല. സ്വാഭാവികമായി ഈ ഒരു സച്ചിദാനന്ദ ബോധത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തി, സ്വയം സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് ഉയർന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ പരിമിതങ്ങളായ അഹങ്കാരങ്ങൾ, മമത്വങ്ങൾ കൊഴിഞ്ഞു പോകുന്നു. ഈ പരിമിത അഹങ്കാരങ്ങളുടെയും മമത്വങ്ങളുടെയും കൊഴിഞ്ഞുപോക്കിൽ പിന്നെ അയാളെ കർമ്മം ബന്ധിക്കുന്നില്ല. കർമ്മബന്ധനത്തിന്റെ അഭാവത്തിൽ ജന്മാഭാവം. അതുകൊണ്ട് ജന്മാഭാവം തന്നെ മോക്ഷം. എന്നാൽ മോക്ഷം സമ്പൂർണ്ണ ദുഃഖ നിവൃത്തിയാണ്. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. തമപ്രധാന പ്രകൃതിയുടെ പരിണാമങ്ങൾ, അവിടെ മാത്രമാണ് പരിണാമം. ബ്രഹ്മം പരിണമിക്കാത്തതാണ്. ബ്രഹ്മം പരിണമിക്കുന്നു എന്ന വാദം ശാങ്കരമല്ല. മറിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ ബ്രഹ്മം പരിണമിക്കില്ല, പരിണമിക്കുന്നത് ബ്രഹ്മമാവില്ല എന്നാണ് ഭാഷ്യത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബ്രഹ്മം എങ്ങനെയാ പരിണമിക്കുക? ബ്രഹ്മം പരിണമിച്ച് ലോകം ഉണ്ടാകും. അവിടെ വിവർത്തമാണ് പറയുന്നത്. പരിണാമവാദത്തെ നിഷേധിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വിവർത്തവാദത്തെയാണ് പറയുന്നത്. വിവർത്തവാദം വസ്തുവിൽ അടിസ്ഥാനപരമായി ഭേദമില്ലാതെ ഫെറസായും കാർബണായും ഇരിക്കുമ്പോൾ തന്നെ അത് സ്റ്റീലായിട്ട് പ്രകടമാകുന്നു. ഫെറസ് മാറുന്നില്ല. ഫെറസും കാർബണും യോജിച്ച് മറ്റൊന്നായില്ലേ, സ്റ്റീലായില്ലേ എന്ന് ചോദിച്ചേക്കാം. സ്റ്റീലായി മോളിക്യൂളാർ തലത്തിൽ. പക്ഷെ താഴേക്ക് പോകുമ്പോൾ ഫെറസ് തന്നെയാണ്, കാർബൺ തന്നെയാണ്. സ്വയം പരിണമിക്കാതെ മറ്റൊന്നായി പ്രകടമാകുന്നതിനാണ് വേദാന്ത ശാസ്ത്രത്തിൽ ശങ്കരാചാര്യസ്വാമികൾ നമ്മളെ പഠിപ്പിച്ച ഭാഷ സ്വീകരിച്ചാൽ വിവർത്തം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ വിവർത്തമായിട്ടാണ് സ്വീകരിച്ചത്, അല്ലാതെ പരിണാമമായിട്ടല്ല. വിവർത്തം ബ്രഹ്മം പരിണമിക്കുന്നു എന്ന് പറഞ്ഞത് ഏകനായ ഞാൻ പലതായി തീരട്ടെ എന്ന് ബ്രഹ്മം സങ്കല്പിച്ചു. അങ്ങനെ ബ്രഹ്മം ജഗത്തായി രൂപാന്തരപ്പെട്ടു. തൈത്തരീയം 2:6. തൈത്തരീയം എന്ന് പറയുന്നത് ഉപനിഷത്താണ് എങ്കിൽ ഏകനായ ഞാൻ പലതായി തീരട്ടെ എന്ന് ബ്രഹ്മം സങ്കല്പിച്ചു. അങ്ങനെ ബ്രഹ്മം ജഗത്തായി രൂപാന്തരപ്പെട്ടു. തൈത്തരീയം 2:6.